ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ഓഫ് നക്ഷത്ര. അങ്ങനെ ഞാനും അക്ഷയും അഭിലാഷും കൂടെ ഒന്നിച്ചിറങ്ങിയേക്കാണ്. നമുക്കിന്ന് രാവിലെ തന്നെ കോളേജിൽ പോയി അറ്റൻഡൻസ് എടുക്കണം. കൂടെ ഉള്ളവരൊക്കെ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മൂന്നാളും കുറച്ച് ലേറ്റായി. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കോളേജിൽ പോയി അറ്റൻഡൻസ് എടുത്തിട്ട് ഇറങ്ങാം. അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളെല്ലാവരും കൂടെ അമ്യൂസ്മെൻറ്റിലേക്ക് വന്നേക്കാണ്. ഈ പൊരിഞ്ഞ വെയിലത്ത് നമ്മൾ ക്യൂ നിൽക്കുന്നത് ഈ കാണുന്ന റൈഡിൽ കയറാൻ വേണ്ടിയിട്ടാണ്. വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ചെറിയൊരു ക്യൂരിയോസിറ്റി. അങ്ങനെ വീണ്ടും ഞാനും അഭിലാഷും ഒന്നിച്ചെത്തിയിരിക്കുന്നു. എല്ലാവരും തന്നെ ഓരോ ക്യൂവിലാണ്. ഈ പൊരിഞ്ഞ വെയിലത്ത് ക്യൂ നിൽക്കാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ, സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. കാരണം അത്രയ്ക്ക് വെയിലാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും തന്നെ റൈഡിൽ കയറി സംഭവം സ്റ്റാർട്ടായി. വലിയ രസമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഒരു തവണ കയറാനുള്ളതൊക്കെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ വെയിലത്തിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ വെയിലിന്റെ അതിപ്രസരം കാരണം ഒറ്റ റൈഡിൽ തന്നെ നമ്മൾ പരിപാടി നിർത്തി. പിന്നെ നേരെ റൂമിൽ പോയിട്ട് ഉച്ച കഴിഞ്ഞ് ഇറങ്ങാൻ കരുതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു കോൾ വന്നത്. ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ഞാൻ പയ്യെ കാണിച്ചു തരാം. അങ്ങനെ വൈകുന്നേരമായി നമ്മളെല്ലാവരും നേരെ ഗ്രൗണ്ടിലേക്ക് വന്നു. പ്രോഗ്രാം സ്റ്റാർട്ടാവാറായി. ശുഭകാര്യങ്ങൾക്ക് മുൻപ് മധുരം എന്ന് പറയുന്ന പോലെയാണ്. എന്ത് പ്രോഗ്രാം നടത്തിയാലും അതിനു മുന്നേ ഒരു 2 മണിക്കൂർ പ്രസംഗം, അത് നിർബന്ധം. ഇതാണ് സോണറ്റ്, എൻ്റെ ജൂനിയറാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെയർമാൻ എത്തി, സാക്ഷാൽ ശ്രീനിവാസൻ. പുള്ളിനെല്ലാവരും അയ്യാന്നാട്ടോ വിളിക്കുക. അവിടെ ഇരുന്ന് മടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും രാത്രിയായിട്ടുണ്ടായിരുന്നു. ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. പുറത്ത് നിന്നപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ട് കേട്ടു. അപ്പോൾ മനസ്സിലായി നമ്മുടെ കോളേജിൻ്റെ ഡാൻസ് ആണെന്ന്. പിന്നെ നേരെ വന്ന് അത് കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ 2-3 ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗസ്റ്റ് എത്തി. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം കൃതി ഷെട്ടി. ഫസ്റ്റ് ഡേത്തെ മെയിൻ അട്രാക്ഷൻ പുള്ളിക്കാരിയായിരുന്നു. പിന്നെ കുറച്ച് നേരത്തേക്ക് ആളായിരുന്നു മെയിൻ. ചെറിയൊരു റാംബാക്കും അങ്ങനെ എന്തൊക്കെയോ. അപ്പോൾ ഓക്കെ, ഇന്ന് ഇത്രേ ഉള്ളൂ. ബാക്കി നാളെ.